യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പെല്ലാം പൂർത്തീകരിച്ചു ഇരു കൂട്ടരും. അങ്ങനെ കഴിയുന്ന ഹിരണ്യ നദിയുടെ തീരത്ത് മഹാത്മാക്കളായ പാർത്ഥന്മാർ യുദ്ധസന്നാഹങ്ങളെ കൂട്ടി വാഴുമ്പോൾ കൗരവന്മാർ അതെല്ലാം കണ്ട് രാജാക്കന്മാരോടും കൂടി ദുര്യോധന രാജാവിന്റെ സൈന്യങ്ങളെയും വേണ്ട വിധം തന്നെ പാർപ്പിച്ചു. കാവൽക്കാരെ നിർത്തി. പിന്നെ കർണ ദുശാസനന്മാരെയും ശകുനിയെയും വരുത്തി ദുര്യോധനൻ ആലോചന നടത്തി. അവരുടെ ആലോചനയും സംഭാഷണങ്ങളും കഴിയുന്നതിന് ശേഷം ഉല്ലൂകനെ, അതായത് ശകുനിയുടെ പുത്രനെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു: ഹേ ഉലൂക, പാണ്ഡവ സോമകന്മാരുടെ സന്നിധിയിൽ പോയി കൃഷ്ണൻ കേട്ടിരിക്കെ നീ എൻ്റെ വാക്കാൽ ഇങ്ങനെ പറയുക: വളരെ കാലമായി കാത്തിരിക്കുന്ന യുദ്ധം വന്നു ചേർന്നിരിക്കുന്നു. ലോകഭയങ്കരമായ കുരുപാണ്ഡവ യുദ്ധം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. കൃഷ്ണൻ സഹായിയായിരിക്കുന്ന നിങ്ങളുടെ വിജയത്തിന്റെ മഹത്വം ഞാൻ കുരുമധ്യത്തിൽ വെച്ച് കേട്ടു. കൗന്ദേയ, യുധിഷ്ഠിര, ഇതിനുള്ള കാലമായിരിക്കുന്നു. നിങ്ങൾ സത്യം ചെയ്തതുപോലെ തന്നെ നടന്നതൊന്ന് കാണട്ടെ. കുന്തിപുത്രന്മാരിൽ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോട് എൻ്റെ വാക്കുകൾ ഇങ്ങനെ തന്നെ നീ പറയണം. ഭ്രാതാക്കളും സൗമകന്മാരും കേകയന്മാരും ചേർന്ന് സഹായിക്കുന്ന നീ ധർമ്മനിഷ്ഠനാണെന്ന് പറഞ്ഞു നിന്നിട്ട് ഇപ്പോൾ അധർമ്മത്തിലാണല്ലോ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ലോകനാശമല്ലേ ഇനി സംഭവിക്കാൻ പോകുന്നത്. ജീവികൾക്ക് അഭയം നൽകുന്നവനാകുന്നു നീ എന്നതാണ് എൻ്റെ അഭിപ്രായം. പണ്ട് രാജ്യം ദേവന്മാർ ഹരിച്ച കാലത്ത് പ്രഹ്ലാദൻ പറഞ്ഞ വാക്കുകൾ നിന്നെക്കുറിച്ചുള്ളതുപോലെ ആകുന്നു. വാനോർകളെ ധ്വജം പോലെ ഉയർന്ന ഈ ധർമ്മചിഹ്നം ആർക്ക് ചേർന്നതാകുന്നു? പുറത്ത് ധർമ്മചിഹ്നവും ഒളിവിൽ പാപവും ചേർന്നവനെ പൂച്ച സന്യാസി എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ നിന്നെ തോന്നുന്നത്. പാണ്ഡവന്മാരുടെ അരികിലിരിക്കുന്ന കൃഷ്ണനോടും നീ പറയണം ഉല്ലൂക. എടോ കൃഷ്ണ, നീ സഭയിൽ മായാബലം കൊണ്ട് ചില രൂപങ്ങളൊക്കെ കാണിച്ചുവല്ലോ. ആ മായാരൂപം വീണ്ടും ഒന്നെടുത്ത് അർജുനനോടുകൂടി എന്നോടൊന്ന് എതിർക്കുക. ഈ വേഷമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. എനിക്കും ഒരു കൂട്ടമൊക്കെ അറിയാം. എനിക്ക് മായ കൊണ്ട് ആകാശത്ത് വായുവിലൊക്കെ നിൽക്കുവാനും അറിയാം. ഞാൻ പാതാളത്തിലേക്കും പോകും, ഇന്ദ്രപുരിയിലേക്കും പോകും. പല രൂപങ്ങളും ഞാൻ എൻ്റെ ശരീരത്ത് കാണിച്ചു തരാം. ഈ വക വേഷം കാണിച്ചാൽ ഞാൻ ഭയപ്പെട്ടു പോകുമെന്ന് വിചാരിക്കണ്ട കൃഷ്ണ. ശത്രു പേടിപ്പിച്ചാൽ പേടിച്ചു പോകും ദുര്യോധനൻ എന്ന് നീ വിചാരിക്കണ്ട. നിന്റെ മായാവിദ്യകളൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇവിടെ കൊമ്പുള്ള ഷണ്ഡന്മാരെയും അറിയുന്നു ഞങ്ങൾ. എന്നെ പോലെയുള്ള രാജാവ് ഒരിക്കലും നിന്നോട് ചേരുവാൻ അർഹനല്ല. നിന്നോട് പോരിൽ എതിർക്കുവാൻ തന്നെ എനിക്ക് ലജ്ജയുണ്ട്. വിശേഷിച്ചാൽ കംസദാസനാകുന്നു നീ. ആ കൃഷ്ണനോട് ഞാൻ പറഞ്ഞുവെന്ന് തന്നെ പറഞ്ഞേക്കൂ ഉല്ലൂക.